മീര കൂടി ചേരുന്നുണ്ട് മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്ന്. മീര, പ്രതി സഹകരിക്കുന്നില്ല ഈ ചികിത്സയുമായി എന്നൊക്കെയുള്ള വിവരങ്ങൾ അർജുൻ പങ്കുവച്ചു. എന്താണ് മറ്റു വിവരങ്ങൾ? അതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതി ഈ ആശുപത്രിയോട് സഹകരിക്കുന്നില്ല, ചികിത്സയോട് സഹകരിക്കുന്നില്ല എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉൾപ്പെടെ കുത്തിയിരുന്ന കാനിൽ ഉൾപ്പെടെ ഊരിയെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഈ പ്രതിയുടെ മാനസിക ആരോഗ്യം എത്തരത്തിലാണ്, ആ ഒരു ഭാഗത്തേക്ക് കൂടി ചികിത്സ വ്യാപിപ്പിക്കാനുള്ള സാധ്യത കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. പോലീസ് ഈ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതിൻ്റെ ഈ കൊലപാതകത്തിൻ്റെ തുടർ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു പട്ടാപ്പകൽ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്ത് ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഉച്ചവരെ കൊലപ്പെടുത്തിയ ഒരു പ്രതിയാണ് ഇപ്പോൾ ഈ ആശുപത്രിയിലുള്ളത്. അദ്ദേഹത്തിൻ്റെ മാനസിക നില ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. ലഹരിയുടെ ഉൾപ്പെടെ സാന്നിധ്യമുണ്ടോ എന്നുൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ എല്ലാ ചോദ്യങ്ങൾക്കും, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഈ പ്രതിയുടെ കൂടുതൽ പ്രതികരണങ്ങളിലൂടെ, മൊഴിയെടുപ്പിലൂടെ മാത്രമാണ് നമുക്ക് ലഭിക്കാൻ സാധിക്കുക. മറ്റൊരു സാധ്യതയുള്ളത് ഈ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കുന്ന ഈ പ്രതിയുടെ അമ്മ ഷെമിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ടാണ്. അത് പക്ഷേ നമുക്കിപ്പോൾ സ്വീകരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല. അതീവ ഗുരുതരാവസ്ഥയിൽ അവർ ചികിത്സയിൽ തുടരുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കേസിൻ്റെ നാൾവഴികൾ ഇനി നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. നിലവിൽ ഈ ആശുപത്രിയിൽ ഇപ്പോൾ പ്രതി ഒബ്സർവേഷനിലാണ്. ഇന്ന് ഒരു ദിവസം കൂടി 24 മണിക്കൂർ കൂടി ഇത് നീളുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എലിവിഷം കഴിച്ചു എന്നായിരുന്നു ഈ പ്രതിയുടെ മൊഴി. വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ കൊലപാതകം ഉൾപ്പെടെ കഴിഞ്ഞ ശേഷം സ്വയമേവ കീഴടങ്ങി പറയുന്ന സാഹചര്യത്തിൽ താൻ എലിവേഷൻ കഴിച്ചു എന്നുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിയെ ഈ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും പിന്നീട് ആദ്യം ചെസ്റ്റ് പെയിൻ വിഭാഗത്തിലുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇന്ന് രാവിലെ ഉൾപ്പെടെ വാർഡിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി തന്നെ മജിസ്ട്രേറ്റ് മൊഴിയെടുത്തിരുന്നു. പ്രാഥമികമായി നമുക്കറിയാൻ സാധിക്കുന്നത് ഈ സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളാണോ പ്രതിയെ ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ്. പക്ഷേ ഇതൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. പ്രതിയുടെ കൃത്യമായ മൊഴി ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് കൃത്യമായ കാരണം എന്താണെന്ന് ഉൾപ്പെടെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഈ പ്രതി ഇപ്പോഴും ഒബ്സർവേഷനിൽ തുടരുകയാണ്. ആതിര, തന്നെ പ്രതി ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. പോലീസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഈ പറയുന്നത് പോലെ എലിവിഷം കഴിച്ചു എന്നുള്ളതാണ് പ്രതി പോലീസിന് നൽകിയ മൊഴിയിൽ ഉൾപ്പെട്ട മറ്റൊരു കാര്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രതി ചികിത്സയിൽ തുടരുന്നത്. പ്രതിയുടെ രക്തസാമ്പിൾ അടക്കം പരിശോധിക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ്. പ്രതി പറയുന്നത് പോലെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. മീര തുടരുന്നുണ്ട്. മീര, ഈ പറയുന്നത് പോലെ പ്രതിയെ ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ടോ? അങ്ങനെ ഒരു സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് ഈ പറയുന്നത് പോലെ കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമോ? ഇല്ല ആതിര, ഇന്ന് പ്രതിയെ ഡിസ്ചാർജ് ചെയ്യില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എലിവിഷമാണ് കഴിച്ചിട്ടുള്ളത്. അതിൻ്റെ എഫക്റ്റുകൾ ശരീരത്തിലുണ്ടാകുന്ന കൂടുതൽ സമയം നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രതിയെ ഡിസ്ചാർജ് ചെയ്തേക്കില്ല. ഇന്ന് കൂടി പ്രതി ആശുപത്രിയിൽ തുടരും. അതിനുശേഷം മാത്രമായിരിക്കും റിമാൻഡ് ഉൾപ്പെടെ ഉള്ള അടുത്ത ഘട്ടങ്ങളിലേക്ക് നീങ്ങുക. നിലവിൽ പ്രതി ഇവിടെ ഒബ്സർവേഷനിലാണ്. ചികിത്സയോട് സഹകരിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലഹരി ഉൾപ്പെടെയുള്ള സാന്നിധ്യം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഈ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസ് മുന്നോട്ട് പോവുക. നമുക്കറിയാം, ഇന്നലെ ഈ നഗരത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പട്ടാപ്പകൽ ഇത്തരത്തിൽ ഉച്ചവരായ 5 പേരെ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത്. സ്വബോധത്തിൽ ഒരു 23-കാരന് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതാണ് സമൂഹം ഏറ്റവും കൂടുതൽ ചോദ്യമായി മുന്നോട്ട് വെക്കുന്നത്. ഇന്നലെ രാവിലെ ഈ പ്രതിയായ അഫാൻ്റെ പിതാവിൻ്റെ അമ്മയെ ആദ്യം കൊലപ്പെടുത്തുന്നു. പിന്നീട് പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തുന്നു. പിന്നെ സ്വന്തം വീട്ടിൽ വന്ന് സഹോദരനെയും പെൺസുഹൃത്തിനെ ഉൾപ്പെടെ കൊലപ്പെടുത്തുന്നു. ആ മാതാവിനെ ഉൾപ്പെടെ ആക്രമിക്കുന്നു. ആ മാതാവ് ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇത്തരത്തിൽ ഈ പട്ടാപ്പകൽ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിട്ടും നടത്താൻ പ്രതിയുടെ പിന്നിൽ എന്താണ് കാരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രാഥമികമായി മനസ്സിലാക്കുന്നത് സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകളുണ്ടെന്നും
ഈ ഉള്ള കാര്യങ്ങളാണ്. ഈ പ്രതി ഈ പിതാവിൻ്റെ മാതാവിനോട് ഉൾപ്പെടെ അവരുടെ ഗോൾഡ് സ്വർണം ഉൾപ്പെടെ ചോദിച്ചു എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് പ്രാഥമികമായി മാത്രം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രതിയുടെ മൊഴി എടുത്താൽ മാത്രമാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുക. ഇന്നുകൂടി ഈ പ്രതി ഇവിടെ ഈ ഹോസ്പിറ്റലിൽ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ലത്തീഫ് ഉൾപ്പെടെ ഷാഹിദ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇങ്ങോട്ടായിരിക്കും എത്തിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ഇൻക്വസ്റ്റ് വീടുകളിലെ മൃതദേഹം ഉൾപ്പെടെ അവിടുത്തെ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ മൃതദേഹങ്ങൾ കൂടി ഈ മെഡിക്കൽ കോളേജിൽ എത്തിക്കുമെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ആതിര. എന്തായാലും അഫാൻ ഈ ഘട്ടത്തിലും ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഈ പറയുന്നത് പോലെ ഇന്ന് അഫാൻ ആശുപത്രി വിടില്ല, ഇന്ന് ആശുപത്രിയിൽ തുടരും എന്നുള്ളത് തന്നെയാണ് മീര നൽകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ കൊല്ലപ്പെട്ട ലത്തീഫിനെയും ഭാര്യയെയും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് ഉച്ചയോടുകൂടി കടക്കും. ഈ പറയുന്നത് പോലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അവരെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് തന്നെയാണ് എത്തിക്കുക എന്നുമുള്ളതുമാണ് മീര നൽകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. നമുക്കറിയാവുന്നതുപോലെ 5 കൊലപാതകങ്ങൾക്കാണ് തിരുവനന്തപുരം തലസ്ഥാന നഗരി ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. ഈ അഫാൻ എന്ന 23-കാരൻ തൻ്റെ ഉറ്റവരായ 5 പേരെയാണ് ഇത്തരത്തിൽ അതീവ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്. ഈ കൊലയ്ക്ക് ശേഷം പ്രതി സ്വമേധയാ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. അതിനുശേഷം പ്രതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് വീടുകളിൽ തിരിച്ചെത്തുകയും ഈ പറയുന്നത് പോലെ പ്രതി പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത്. ആ ഘട്ടത്തിലാണ് വെട്ടേറ്റ് കിടന്ന പ്രതിയുടെ മാതാവിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അവരിപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം നമുക്ക് അറിയാൻ സാധിക്കണമെങ്കിൽ ഈ പറയുന്നത് പോലെ ഒന്നുകിൽ പ്രതിയിൽ നിന്ന് അല്ലെങ്കിൽ മാതാവിൽ നിന്ന് എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. പ്രതി ഈ പറയുന്നത് പോലെ ചികിത്സയോടക്കം നിസ്സഹകരണം തുടരുകയാണ്. ഈ പറയുന്നത് പോലെ പ്രതി എന്തെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നയാളാണോ, അതിനടിമയാണോ എന്നൊക്കെ ഉള്ളതടക്കം ഉള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും കൃത്യമായ ആസൂത്രണമില്ലാതെ പ്രതി ഇത്തരമൊരു കൃത്യം നടത്തില്ല എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം.